So, Aging in India. It's an essay by Abhay Man. You all know that our population is exponentially increasing. ഒരു വലിയ ജനസംഖ്യാ പെരുപ്പം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്. And you also know that the number of aged people, we often say that our society is fast aging. There are more aged people, more old people now in our society. Why? There are two reasons. One is that our medical science, it is fast improving, fast advancing. ഇല്ലേ? ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ ഒരുപാട് പരിഹാരങ്ങൾ, ഒരുപാട് സൊല്യൂഷൻസ് ബിക്കോസ് ഓഫ് ദോസ് ബിഗ് സ്റ്റെപ്സ് ദാറ്റ് വി ടേക്ക് ഇൻ അവർ സയൻസ്, എസ്പെഷ്യലി മെഡിക്കൽ സയൻസ്. ഹെൽത്തിൻ്റെ കാര്യത്തിലേക്ക്, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വളരെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് പരിഹാരങ്ങൾ, മരുന്നുകൾ, ചികിത്സകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൻഡ് ഓൾസോ ദി യങ് പീപ്പിൾ, ദി നമ്പർ ഓഫ് യങ് പീപ്പിൾ അത് ഫാസ്റ്റ് ഡിക്രീസിങ് ആണ്. ദർ ആർ സോ മെനി റീസൺസ്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ബിഗ് ഫാമിലീസാണ്. നൗ ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ പെർട്ടിക്കുലർ ഫാമിലി, ഇൻ എ സിംഗിൾ ഫാമിലി, അത് തന്നെ വളരെ കുറഞ്ഞു വരികയാണ്. സോ ദി യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓൾഡ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ മെഡിക്കൽ സയൻസ് അതിൻ്റെ പ്രായമായ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുന്ന, എക്സ്പെനൻഷ്യലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡ്രാസ്റ്റിക്കായിട്ട് പെട്ടെന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിറ്റുവേഷൻ. സോ വാട്ട്സ് എ ചാലഞ്ച് നൗ? എന്താണ് വെല്ലുവിളി? ഇങ്ങനെ പ്രായമായവരുടെ എണ്ണം ക്രമാതീതമായി ഒരുപാട് ഇങ്ങനെ കൂടുമ്പം ഇതിനുള്ള എന്താണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ ഇസ് ദാറ്റ് വി നീഡ് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ എൽഡർലി പീപ്പിൾ. ഇല്ലേ? അവരുടെ ആരോഗ്യം, സമഗ്രമായ ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. ഇത് വലിയൊരു ചാലഞ്ചാണ്. പറയുന്നത് ബൈ 2025 there will be 840 million old people in the developing countries alone. 11% ആണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രായമായവരുടെ ആ ഒരു ശതമാനം. അപ്പം വലിയൊരു ശതമാനം ഇങ്ങനൊരു ചാലഞ്ച് നേരിടുന്നുണ്ട്. അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, സമഗ്രമായിട്ടുള്ളൊരു ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. ഓൾഡ് പീപ്പിൾ, ദേ സഫർ ഫ്രം മോർബിഡിറ്റി ആൻഡ് ഓൾസോ മോർട്ടാലിറ്റി. ഒന്ന്, ഒരുപാട് രോഗങ്ങൾ വരാം. രണ്ട്, ഈ പറയുന്ന മരണം എന്ന് പറയുന്നത് വളരെ അടുത്ത് നിൽക്കുന്നൊരു ഒരു ഘട്ടമാണ്, ജീവിത ഘട്ടമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ മെഡിക്കൽ പ്രോബ്ലം, ബട്ട് ഇറ്റ്സ് എ സോഷ്യോളജിക്കൽ പ്രോബ്ലം ഓൾസോ. ഒരു സാമൂഹികമായ ഒരു പ്രശ്നവും അല്ലെങ്കിൽ സാമൂഹികമായ വെല്ലുവിളിയും ഒക്കെയാണ്. സോ ഇറ്റ്സ് എ ബേർഡൻ ഓൺ ദ റിസോഴ്സസ് ഓഫ് എ കൺട്രി. ഇല്ലേ? പ്രായമായവരെ നമ്മൾ അവരുടെ ഹെൽത്ത് നോക്കണം, അവരെ കെയർ ചെയ്യണം, അവരെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സസിൽ ഒരു ബേർഡൻ തന്നെയാണ്. ദർ ഇസ് ദിസ് അൺഈവൻനെസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് വെൻ യു ട്രൈ ടു ഡീൽ വിത്ത് ദി പ്രോബ്ലംസ് ദാറ്റ് ദി ഓൾഡ് പീപ്പിൾ ഫേസ്. ജോഗ്രഫിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എന്താ സോഷ്യോ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്. ഇപ്പം ദി ഓൾഡ് പീപ്പിൾ ഇൻ തമിഴ്നാടു, ദാറ്റ് സീൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ദി ഓൾഡ് പീപ്പിൾ സഫർ ഹിയർ, ദേ ഫേസ് ഹിയർ. ദി ചാലഞ്ചസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കൾച്ചറൽ നോംസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ആസാമിലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു അവരുടെ ഓൾഡ് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്ന കണക്ക് ആയിരിക്കില്ല വെൻ യു കം ടു ദി ഓൾഡ് പീപ്പിൾ ഇൻ കേരള. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ഓൾസോ സോഷ്യോളജിക്കൽ പ്രോബ്ലംസ് ദേ ഓൾ ഫേസ്. ഇതുകൊണ്ടാണ് രാജ്യത്തിന് മൊത്തമായിട്ട് നമുക്കൊരു പോളിസി, ഒരു സിംഗിൾ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അങ്ങനൊരു ഒറ്റ പോളിസിയിൽ നമുക്കിവരെ കാണാൻ പറ്റില്ല. കാര്യം വളരെ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഈ പലയിടത്തെയും വൃദ്ധജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നത്, അവർ ഫേസ് ചെയ്യുന്നത്. വൺ ഓഫ് ദ മേജർ പ്രോബ്ലംസ് ദാറ്റ് ദീസ് ഓൾഡ് പീപ്പിൾ ഫേസ് ഇസ് ദിസ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങളില്ല. നമുക്കറിയാം രാജ്യത്ത് പലയിടങ്ങളിലും വളരെ പൂറായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആവശ്യത്തിന് മാൻ പവർ ഇല്ല. ഈ വയസ്സായ ആൾക്കാരെ നോക്കാൻ വേണ്ടിയുള്ള ആൾക്കാരില്ല. അതുമാത്രമല്ല, പൂർ ക്വാളിറ്റി ഓഫ് കെയർ ആണ്. നമുക്ക് ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു റിച്ച് ആയിട്ടുള്ളൊരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഓൾഡ് പീപ്പിളിനെ നോക്കാനുള്ള ആ ഫെസിലിറ്റീസ്, വെൻ യു ഗോ ഇൻറ്റീരിയർ, വെൻ യു ഗോ ടു സം വില്ലേജസ്, യു വോണ്ട് ബി ഹാവിങ് സച്ച് ഫെസിലിറ്റീസ് ദേ. അങ്ങനൊരു വലിയ പ്രശ്നമുണ്ട്.
അതുപോലെ ഓവർ ക്രൗഡിങ് ഓഫ് ഫെസിലിറ്റീസ്, അതും ഒരു വലിയ പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മൾ ഈ പോപ്പുലേഷൻ, വലിയൊരു പോപ്പുലേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതുകൊണ്ട് ഈ പ്രായമായ ആൾക്കാർ, അവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് അവർക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്കില്ല. അതാണ് ഓവർ ക്രൗഡിങ് ഓഫ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് മാൻ പവർ ആൻഡ് പുവർ ക്വാളിറ്റി ഓഫ് കെയർ, അതിൻ്റെ കൂടൊപ്പം തന്നെ ഈ ഓവർ ക്രൗഡിങ് ഓഫ് ഫെസിലിറ്റീസ്. അനദർ തിങ് ഇസ് ദാറ്റ് വി നോ ദാറ്റ് ആ ഫാമിലി സ്ട്രക്ചർ ഇസ് ചേഞ്ചിങ്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എന്താ, ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ഒരുപാട് പേര്, ഒരു കുടുംബത്തിനകത്ത് തന്നെ ഒരുപാട് പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ദേ ഗോട്ട് ദീസ് ഓൾഡ് പീപ്പിൾ റിയലി ഗോട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ. കാര്യം ഇത്രയും പേരുണ്ട്, അപ്പോൾ അവരെല്ലാവരും ഇവരെ കെയർ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും. നമ്മുടെ ഒരു ട്രഡീഷൻ എന്താണ്, ഈ ഓൾഡ് പീപ്പിളിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതുപോലെ അവരെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ദേ ഗോട്ട് സച്ച് കെയർ ആൻഡ് ഓൾസോ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അതിനുശേഷം എന്താണ്, ഈ ഒരു ന്യൂക്ലിയർ ഫാമിലീസ് വന്നു ഇല്ലേ. നമ്മൾ കുടുംബങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അച്ഛൻ അമ്മ മകൻ, അച്ഛൻ അമ്മ മകൾ എന്ന രീതിയിൽ ന്യൂക്ലിയർ ഫാമിലീസ് വന്നപ്പോഴേക്കും ഈ ഒരു സംഭവം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ഈ ഓൾഡ് പീപ്പിളിന് കിട്ടുന്ന കെയർ ആൻഡ് ഓൾസോ പ്രൊട്ടക്ഷൻ ആൻഡ് ഓൾസോ ദ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ദാറ്റ് ദേ വൺസ് റിസീവ്ഡ്, ഇതൊക്കെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ എന്താ, ഇമോഷണലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, അതുപോലെ ഈ ഫിനാൻഷ്യലായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, അരക്ഷിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കാര്യം ഉണ്ടായി. അതായത് കുടുംബത്തിനകത്ത് വൈകാരികമായ രീതിയിൽ ഒറ്റപ്പെടുക, അതുപോലെ ശാരീരികമായിട്ട് അവരുടെ ബോഡിലി ഫങ്ഷൻസ്, അവരെ പലപ്പോഴും അവരെ ഫിസിക്കലായിട്ടുള്ള, നമുക്കറിയാം ഒരു പ്രായം എത്തുമ്പോഴേക്കും ദേ ബിക്കം ഇൻകേപ്പബിൾ അല്ലേ, അവരുടെ കാര്യം തന്നെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഓൾസോ സെറ്റ് ഇൻ വൺസ് ദീസ് ജോയിൻറ്റ് ഫാമിലീസ് സ്പ്ലിറ്റ് അപ്പാർട്ട് ഇൻ ടു ന്യൂക്ലിയർ ഫാമിലീസ്. അപ്പോൾ ഫാമിലി ഒരു വലിയ ഘടകമാണ്. അനദർ തിങ് ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് നമ്മുടെ ഒരു ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ടുണ്ട്. അതായത് വെൻ യു ഗോ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. വെൻ യു ഗെറ്റ് ഓൾഡ് ദ സ്റ്റേറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവരുടെ സംരക്ഷണം, മറ്റു കാര്യങ്ങളും, ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ നമ്മുടെ ഈ ഹ്യൂജ് പോപ്പുലേഷൻ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സെക്യൂരിറ്റി ഓൾഡ് പീപ്പിളിന് കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു ദുരന്ത സത്യം, ഒരു ദുഃഖസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാതിരിക്കാൻ ആവില്ല. സോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈഡ് ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ഇൻ സിറ്റീസ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ വില്ലേജസ്. ഇൻ സിറ്റീസ് ദീസ് ഓൾഡ് പീപ്പിൾ ഗെറ്റ് ഡൊമസ്റ്റിക് ഹെൽപ്പ്. അവർക്ക് പല രീതിയിലുള്ള മെയ്ഡ്സിനെ കിട്ടും, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നേഴ്സസിനെ കിട്ടും. ഇങ്ങനെയുള്ളതൊക്കെ സിറ്റീസിൽ ഈസിലി അവൈലബിളാണ്. ബട്ട് യു ഗോ ടു വില്ലേജസ്, ഇങ്ങനൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വേറെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവറാണ്. ദ ഓൾഡ് പീപ്പിൾ, നമ്മുടെ പല ഇൻഷുറൻസ് പോളിസീസ് എടുത്തു കഴിഞ്ഞാലും ദീസ് ഓൾഡ് പീപ്പിൾ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദിയർ പോളിസീസ്. നിങ്ങൾ ബിയോണ്ട് ആൻ ഏജിൽ നിങ്ങൾ കവർ ചെയ്യില്ല, ആ ഒരു ഇൻഷുറൻസ് കവർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഫ്രം ദ പാർട്ട് ഓഫ് ഗവൺമെൻറ് ഓർ ഫ്രം ദ പാർട്ട് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നില്ലാണ്. യു ടേക്ക് ദോസ് ഇൻഷുറൻസ് പോളിസീസ്, ദേ ഓൾസോ ദീസ് ഓൾഡ് പീപ്പിൾ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കവറേജ്. അതിൻ്റെ പുറത്താണ്. അത് മാത്രമല്ല, പലപ്പോഴും പല ഇൻഷുറൻസും പറയുന്നത് ഇഫ് യു ഹാവ് പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സസ്, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ പോളിസി എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ദെൻ യു വോണ്ട് ഗെറ്റ് ഇൻഷുറൻസ് കവറേജ്. നിങ്ങൾക്ക് ആ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് പുറത്താണ്. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ ഫിറ്റ്, യു ആർ ഹെൽത്തി. നമ്മൾ ആരോഗ്യമുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ. നമുക്കറിയാം പ്രായമാകുമ്പോഴേക്കും യു വിൽ ഹാവ് എ ഹോസ്റ്റ് ഓഫ് പ്രോബ്ലംസ്, ഒരുപാട് പ്രശ്നങ്ങളും ഇൽനെസ്സൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദെൻ യു വോണ്ട് ഗെറ്റ് ഇൻഷുറൻസ്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് ദാറ്റ് ദീസ് ഓൾഡ് പീപ്പിൾ റിയലി ഫേസ്. ആൻഡ് ഓൾസോ അഗെയിൻ യു ടേക്ക് പെൻഷൻ. നമുക്കറിയാം ഒരുപാട് പേര് ഗവൺമെൻറ് സർവീസിലും അങ്ങനെയുള്ള സ്ഥലത്തും കയറാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഈ പെൻഷനും അങ്ങനെയുള്ളൊരു സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ്. ബട്ട് നൗ ഡേയ്സ് ഗവൺമെൻറ്റിൽ പോലും പെൻഷൻ ഇല്ലാതായി മാറുന്ന ഒരവസ്ഥ നമുക്കറിയാം.
അപ്പം പക്ഷേ ഇത് എത്ര പേരാണ് ഗവൺമെൻറ് സർവീസിൽ കയറുന്നത്? വളരെ ചുരുക്കം അല്ലേ, ചെറിയൊരു ശതമാനം മാത്രമേ കയറുന്നുള്ളൂ. അതേഴ്സ് ആർ ഓൾ എക്സ്ക്ലൂഡഡ് ഫ്രം എന്താണ് ഈ ഒരു ഇൻഷുറൻസ് ആണെങ്കിലും പെൻഷൻ ആണെങ്കിലും മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി സംഭവങ്ങളിൽ നിന്നാണെങ്കിലും ദേ ആർ ഓൾ എക്സ്ക്ലൂഡഡ്. ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസാണ്, വലിയ വലിയ പ്രോബ്ലംസാണ്. പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് the rural urban divide. We have already seen that in the urban background, especially in cities, they get domestic help, കുറച്ചും കൂടെ കെയറും മറ്റൊക്കെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ യു ഗോ ടു വില്ലേജസ്, വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് റൈറ്റ് ദേ ഇൻ വില്ലേജസ്? വില്ലേജസിലുള്ള ഓൾഡ് പീപ്പിളിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ദേ ലിവ് എമംഗ് ദ റിലേറ്റീവ്സ്. കുറച്ചും കൂടെ ജോയിൻറ്റ് ഫാമിലി ആയിരിക്കും. ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ പോലും ദേ വിൽ ബി ലിവിങ് എമംഗ് ദ റിലേറ്റീവ്സ്, ക്ലോസ് റിലേറ്റീവ്സ്. ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ പലരും അങ്ങനെയായിരിക്കും. അതിന് ചുറ്റും നിങ്ങളുടെ ബന്ധുക്കളും മറ്റൊരു ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് പീപ്പിളിന് കിട്ടിക്കൊണ്ടിരിക്കും. ബട്ട് യു ഗോ ടു എ സിറ്റി, ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ മനുഷ്യനും ഓരോ വീടും ഒരു ഐലൻഡാണ് അല്ലേ, ഒരു തുരുത്ത് കണക്കാണ്. ആൻഡ് യു ഡോണ്ട് നോ ഹൂ ഇസ് ലിവിങ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത് പോലും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് എന്ത് കെയറാണ് ഈ ഓൾഡ് പീപ്പിളിന് കിട്ടുന്നത്, വയസ്സായ ആൾക്കാർക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. യു ടേക്ക് ദി കേസ് ഓഫ് വിമൻ. ഏറ്റവും പരിതാപകരമായൊരു കാര്യം സ്ത്രീകളുടെ കാര്യമാണ്. വിമൻ ദേ ഡോണ്ട് ഹാവ് ഇനഫ് എഡ്യൂക്കേഷൻ. ഏറ്റവും കുറച്ച് പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ ഉള്ളത് സ്ത്രീകൾക്കാണ്. അതുമാത്രമല്ല ദേ ആർ ഡിസ്ക്രിമിനേറ്റഡ് അഗൻസ്റ്റ് ഓൺ ലോട്ട് ഓഫ് ഗ്രൗണ്ട്സ്. ഒരുപാട് സ്ഥലങ്ങളുടെ ഡിസ്ക്രിമിനേഷൻ, വിവേചനം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അപ്പം യു ആർ എൻ ഓൾഡ് മാൻ, യു ആർ ഏജ്ഡ്, യു ആർ ഓൾഡ്, ആൻഡ് ഇഫ് യു ആർ എ വുമൻ യു സഫർ മോർ. കുറച്ചും കൂടെ കൂടുതൽ ദുഃഖകരമായ അല്ലെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് യു വിൽ എൻഡ് അപ്പ്. Another thing that we have to discuss is the availability, accessibility and affordability of healthcare for these old people. Availability. നമുക്ക് അറിയാം വില്ലേജസിൽ, പല വില്ലേജസിലും ഇത് കണക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. പല ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആവില്ല. അപ്പം യു ഹാവ് ടു ട്രാവൽ എ ലോട്ട്, യു ഹാവ് ടു ഗോ ടു എ ഡിസ്റ്റൻസ് സിറ്റി, ഇല്ലേ, ദൂരെ ഒരു സിറ്റിയിൽ പോയി അങ്ങനെയൊക്കെ മാത്രമേ ഈ ചികിത്സ പലതും ചെയ്യാൻ പറ്റുള്ളൂ. ആക്സസിബിൾ ആയിരിക്കില്ല, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നതായിരിക്കത്തില്ല പല കാരണങ്ങൾ കൊണ്ട്. അതാണ് മൂന്നാമത്തെ, അഫോർഡബിലിറ്റി. യു ഡോണ്ട് ഹാവ് ഇനഫ് മണി ടു അഫോർഡ് ദാറ്റ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ചില ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ ഒരുപാട് പൈസ വേണം. അപ്പോൾ അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലായിരിക്കില്ല പല കുടുംബങ്ങളും, പല വൃദ്ധജനങ്ങളും. അപ്പോൾ ഒന്ന് അവൈലബിലിറ്റി, അത് നമുക്ക് ആവശ്യത്തിന് കാണില്ല. ആക്സസിബിലിറ്റി കാണില്ല, അത് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. മൂന്നാമത്തത് അഫോർഡബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം. പിന്നെ ഒരുപാട് വീടുകൾ നമുക്കറിയാം, ചിൽഡ്രൻ ആർ വർക്കിംഗ്, ചിൽഡ്രൻ മേ ബി വർക്കിംഗ് ഇൻ സം ഡിസ്റ്റൻറ്റ് പ്ലേസ്, ഇല്ലേ, ചിലപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്തായിരിക്കും. അപ്പം വർക്കിംഗ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് ടൈം ടു ടേക്ക് കെയർ ഓഫ് ദീസ് ഓൾഡ് പീപ്പിൾ. ഈ പ്രായമായ ആൾക്കാരെ നോക്കാൻ വേണ്ടിയോ അവരെ കൂടെ നിൽക്കാൻ വേണ്ടിയോ ഒരു ഇമോഷണൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയോ പലപ്പോഴും വർക്കിംഗ് ചിൽഡ്രന് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആൻഡ് ഓൾസോ വെൻ യു ലിവ് ഇൻ എ വില്ലേജ് ദർ ഇസ് ദിസ് ലാക്ക് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഈ പ്രായമായ ആൾക്കാരെ നോക്കാൻ വേണ്ടിയുള്ള, നമുക്കറിയാം ഇഫ് യു ലിവ് ഇൻ എ സിറ്റി, അവിടെ നമ്മുടെ വയസ്സായ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പിലാവുകയാണെങ്കിൽ ഒരുപാട് സെൻറ്റേഴ്സ് കാണും വിച്ച് പ്രൊവൈഡ് നേഴ്സസ്. ഇത് കണക്ക് മെയ്ഡ്സിന്, നേഴ്സസിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, ഹോം നേഴ്സിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഇഫ് യു ലിവ് ഇൻ സിറ്റീസ് ദർ ആർ പ്ലെൻറ്റി. പക്ഷേ ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നഴ്സിംഗ് ഏജൻസീസ്, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആൻഡ് ഓൾസോ മെഡിക്കൽ സപ്ലയേഴ്സ്, പല മരുന്നുകളും നമുക്ക് വില്ലേജിലാണെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ഇഫ് യു ഗോ ടു ഹോസ്പിറ്റൽ, എൽഡർലി കെയർ എന്ന് പറഞ്ഞിട്ട് ജീറിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഈവൻ ഡോക്ടേഴ്സ് ദേ നോട്ട് വില്ലിങ് ടു സ്പെഷ്യലൈസ് ഓൺ എന്താണ് അങ്ങനെയുള്ള ഫീൽഡിൽ. ജീറിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലും പല ഹോസ്പിറ്റൽസിലും ജീറിയാട്രിക് വാർഡ്സ് ഇല്ല. ജീറിയാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് പീപ്പിൾ, അവരെ നോക്കുന്ന വാർഡുകളില്ല, അവരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന അങ്ങനെയൊരു ഡിപ്പാർട്ട്മെൻറ്റൊന്നും പല ഹോസ്പിറ്റൽസിലും കാണില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. എക്കണോമിക് ഡിപ്പെൻഡൻസി. ആസ് പെർ ദ 52nd round of National Sample Survey Organization,
Nearly half of the elderly are dependent on others, while another 20% partially dependent. They are, these old people are vulnerable to infections. അവർക്ക് പെട്ടെന്ന് രോഗം വരാം. നമുക്കറിയാം കോവിഡിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ഇന്ന് ഡെങ്കിപ്പനി ഇങ്ങനെ പടരുന്ന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ വൃദ്ധജനങ്ങളെയാണ്. ബിക്കോസ് ദേ ആർ വൾണറബിൾ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ അവർ ദുർബലരാണ്, അല്ലേ? പെട്ടെന്ന് ഈ അസുഖങ്ങൾ ബാധിക്കാവുന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൈഗ്രേഷൻ ഓഫ് ദീസ് യൂത്ത്, ഒരുപാട് പേരാണ് നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്. ഇപ്പം വരുമ്പോൾ +2 കഴിയുമ്പോഴേ നാട് വിടുന്ന ഒരു യുവതയാണ് നമുക്കുള്ളത്. അപ്പം പല വീടുകളിലും വൃദ്ധജനങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഹൂസ് ഗോയിങ് ടു ടേക്ക് കെയർ ഓഫ് ദം? അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുണ്ടോ, നമ്മുടെ രാജ്യത്തുണ്ടോ? അപ്പോൾ ചേഞ്ച് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ കോഓപ്പറേഷൻ ഓഫ് ഫാമിലി, സൊസൈറ്റി ആൻഡ് ഓഫ് കോഴ്സ് ദി ഗവൺമെൻറ്. ഇത് മൂന്നും കൂടെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഓൾഡ് പീപ്പിളിന് നമുക്ക് ശരിയാവണ്ണം നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് അഭയ് ബി മാൻ എന്ന് പറയുന്ന റൈറ്റർ ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. ഇതാണ് ഈ ഒരു എസ്സേയുടെ സൈലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. താങ്ക് യു.